നമ്മളിന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇലകളൊക്കെ തിന്നുന്ന ഒരു വിരുദ്ധനെ പറ്റി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇവൻ ഫാമിലി ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ദേ ഞാൻ മറ്റൊരുത്തനെയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. ദേ നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബക്കറ്റിൽ ഒരു ഇത്തിരി സോപ്പ് ഓയിലും പിന്നെ ഈ ഒരു നീം ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളെല്ലാ ചെടികളിലും ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രാണിശല്യമൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇത് ചെയ്തിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇതുപോലൊരു ചെറിയ ബോട്ടിലും ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് എങ്ങാനും ഈ ഒരു പ്രാണീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബോട്ടിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിലുള്ളത് ദേ നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പത പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു കുപ്പിയിലെടുത്തത്. അപ്പോൾ ഈ ഒരു നീം ഓയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ലില്ലിയിലാണ് ഞാൻ ആദ്യം കൊണ്ട് ഒഴിച്ചത്. കാരണം അതിൻ്റെ ഇലയാണ് ഇവന്മാർക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ചെടികളിലും നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.